ശ്രീകുണ്ടെ ലോഡാവുന്നോ? എന്താ ലോഡ് എന്തോ പറയാ? ഞങ്ങള് ഏഷ്യൻ പെയിന്റ് ഞങ്ങൾ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ ലോറി ഷെഡിലോട്ട് വന്നു, അതിന്റെ മെയിൻ റോഡിലോട്ട്. അപ്പൊ ഞങ്ങക്ക് ഇന്ന് പിറ്റേ ദിവസം നേരം എടുത്തു, അതായത് ഇന്ന് ഞങ്ങക്ക് സവോള റെഡി ആയിട്ടുണ്ട്. എത്ര എന്താ വാടക എത്ര ഉണ്ട്? വാടക പറഞ്ഞിട്ടില്ല. അപ്പൊ വാടക കുഴപ്പമില്ല, 4,300 കിട്ടുമെന്നൊക്കെയാ പറയണേ. ചോദിച്ചോ അങ്ങോട്ട്. താങ്ക് യു. ഞാൻ എടുക്കാം, നീ അപ്പുറത്തോ. എന്തോടാ എന്തോടാ കള്ളത്തരം കാണിച്ചത്? നീ കള്ളത്തരം കാണിച്ചത് കാണിക്കടാ. അപ്പുറത്തേക്ക് കാണിക്കടാ. കൈ വെക്കടാ. എന്തോടാ നീ കള്ളത്തരം കാണിച്ചേ? കൈ വെക്കടാ. വീഡിയോ ഓഫ് ചെയ്യാനോ? ഓക്കെ, അത് കോംപ്രമൈസ് ചെയ്ത് ഇറങ്ങുന്ന. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇല്ലായിരുന്നു, കാരണം നമ്മൾ കമ്പനിക്കകത്തായിപ്പോയി. സത്താറ ഏഷ്യൻ പെയിന്റ് കമ്പനിക്കകത്തായിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് ലോഡ് ഇറക്കി. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് സവോള റെഡി ആയിട്ടുണ്ട് കൊച്ചിക്ക്, അതായത് ആലുവ. കൊച്ചി ആയിട്ടില്ല. അപ്പം എന്തായാലും ഇവിടുന്ന് നമുക്കൊരു പൂനെ റൂട്ടിലോട്ടൊരു 150 കിലോമീറ്റർ എന്തായാലും കാലിക്ക് പോകാനുണ്ട്. അപ്പം നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റ്, ഇപ്പോൾ സമയം 11:45. എത്ര? 1:45 ഈശ്വര. അപ്പോൾ 1:45. അപ്പോൾ നമ്മൾ നൈസായിട്ട് വിടുക. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ബാക്കി കമ്പനി എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഓക്കെ, ചിലപ്പോൾ ഇന്ന് നമുക്ക് ലോഡ് ആവത്തില്ലായിരിക്കും. നമ്മൾ അങ്ങ് ചെല്ലുമ്പോൾ തന്നെ മിക്കവാറും നാളെ ആവാനേ ചാൻസ് ഉള്ളൂ. അപ്പം എന്തായാലും പോയേക്കാം. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു ലോറി പാർക്കിംഗ് ആണ്. അപ്പം ശരി എന്നാ. വെള്ളം വന്നോ? പുറത്ത് വെള്ളം വന്നോ? അങ്ങനെ വരുമ്പോ ഞാൻ അങ്ങനെ പറയത്തില്ലല്ലോ. ഓർണാവല്ലേ പറയത്തുള്ളൂ. അത് അവിടെ എന്തോടാ ക്യാമറ വെള്ളം കേറിയതാ കേട്ടോ. വെള്ളം കേറി കേട്ടോ. മീൻ പിടിക്കാണ്. വണ്ടി ടീം പിടിക്കാം. വണ്ടി കഴുകുക കേട്ടോ. വണ്ടി കഴുകുക. ഇത് ഫുള്ള് വലിയൊരു ഇതും ലേക്കാണോ ഇത്? ഇത് വെള്ളം കേറിയാണോ എനിക്കറിയത്തില്ല. വെള്ളം അല്ല, വഴിയുണ്ടോ? വെള്ളം കേറിയാണോ? ഇത് കുറച്ച് കാണത്തിലായിരിക്കും, ബാക്കി വെള്ളം കേറിയായിരിക്കും. നമ്മൾ ഈ സൈഡ് ട്രാക്ക് പിടിച്ചാ പോവാ. രണ്ടാ വായിക്ക്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ വെള്ളം ഉള്ള കഥ കേട്ടോ. ആ നാറി പൊടി മൊത്തം പറപ്പിച്ചു. വെള്ളമേ ഉള്ളതാ, പക്ഷെ കുറച്ചുകൂടെ കേറിയിട്ടുണ്ട്. കൊട്ടവഞ്ചി, അതുകൊണ്ട് അവിടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടോ? വഞ്ചിക്കട്ട കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്.
അത് കൊട്ടവഞ്ചിയില്ല അവിടെ സൈഡ് കൊണ്ട് പോസ്റ്റ് ലെഫ്റ്റ് സൈഡ് ഒരു ഓറഞ്ച് കളർ. അത് കൊട്ടവഞ്ചി അല്ല, മറ്റേ ബോട്ട് പോലെ വള്ളം വള്ളം. ആ വെള്ളം വൈബടിച്ച് കാണാനായിട്ടൊന്നും ഇല്ല, പക്ഷെ അതൊന്നുമില്ല. അല്ലാതെ രസമുണ്ട് കാണാൻ. നമ്മൾ വഴി പോയിട്ടില്ലടാ. നമ്മൾ ഇതിന്റെ വഴി പോയിട്ടില്ല. ഒരു ചാൻസ് പോകാൻ ചാൻസ് ഇല്ല. നമ്മൾ ഹൈവേ വഴി നേരെ പോകുന്നല്ലാതെ അകത്തേക്ക് കയറുന്നില്ലല്ലോ. പണി നടന്നു വരുന്നേ ഉള്ളൂ. ആ ചെറിയ വഴിയാണ്, അത് വലുതാക്കിയതാണോ. അതെ, അങ്ങോട്ടുണ്ട് ഇങ്ങനെ കറങ്ങിയ പോട്ടോ. വലിയ നടക്കാൻ അവിടെ ബോട്ട് വേണോ? അങ്ങനെ ബോട്ട്. ആടാ ഇവിടെ നമുക്ക് കരയാട്ടത് കെട്ടിയിട്ടിരിക്കണ്ടോ. കര വെള്ളം കേറിയാണോ ബോട്ട്. വെള്ളം കെട്ടിയിട്ടിരിക്കുക. അതാ ഇത്രയും വെള്ളം കേറിയതാ. അങ്ങനെ ഉണ്ടോ ബോട്ടൊക്കെ ഉണ്ടോ? ബോട്ടൊക്കെ കീർത്തി കണ്ടോ? ആണോ ബോട്ട് ഉണ്ടോ? ബോട്ടൊക്കെ കെട്ടിയിട്ടേക്കൂടെ. ഇത്രയും വെള്ളം കേറിയതാ കണ്ടോ. പൈപ്പ് ഉണ്ടോ? പൈപ്പൊക്കെ വെള്ളം അപ്പൊ അത്രേ ഉള്ളൂ. അങ്ങോട്ട് വെള്ളം കയറ്റോ. വെള്ളം ശരിക്കും കേറി. ഇപ്പൊ മഴ പെയ്ത് വെള്ളം കേറിയതാ. നോക്കി നല്ല കടല് പോലെ കഴിഞ്ഞാൽ കിടക്കുവാ വെള്ളം. വലിയ തലയും കിടക്കും വെള്ളം. കാണാൻ രസമുണ്ടല്ലേ. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു. ഇത് നൈസാ കേട്ടോ. ഈ വ്യൂ നൈസാ. കടലൊക്കെ കണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് കാറ്റൊക്കെ കൊണ്ട്. നമുക്ക് ഇവിടുന്ന് ലൊക്കേഷനിലേക്ക് എത്ര കിലോമീറ്റർ? 150 കിലോമീറ്റർ വരുന്നുണ്ട്. 110 കിലോമീറ്റർ. ഇനി 112 കിലോമീറ്റർ. 112 കിലോമീറ്റർ. ഇന്നെന്തായാലും ഒരു ലോഡ് കയറ്റുമോ? ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഇത്രയും സമയമായിട്ട് വെക്കാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ കൊണ്ടേ കയറ്റും. മറ്റേ നമ്മള് പോയില്ലേ അന്ന് മന്മാട് അപ്പുറത്ത് ദൂരം പോയില്ലേ, അവന്റെ കൺഫേം ലോഡാണല്ലോ. ഇത് 16ഉം ഇത് എന്തായിരുന്നു. ഒരാളെടുത്ത വണ്ടി ഇത്രയും ഭാരത് ഒരുമിച്ച് ഇത്രയും ഡെലിവറി. എന്റെ പൊന്നളിയ എത്ര വണ്ടിയാടോ. ഏതാണോ ഇത്ര എടുത്തത് വണ്ടി? എത്ര വണ്ടിയാണോ ഒരു ഒറ്റയടിക്ക് ഡെലിവറി ചെയ്ത്? പിന്നെ അവര് മേളിലുണ്ട്. ഒറ്റയടിക്ക് 10-30 വണ്ടികളോ അവരെടുത്ത്. ഇനിയിപ്പോ ഉടനെ അതിന്റെ റീൽസ് ഇറങ്ങും ഇപ്പം കേട്ടോ. ഇപ്പൊ ഇന്ത്യ ഫുൾ ഇപ്പൊ ആ റീൽസ് കത്തും. പക്ഷെ ഇവന്മാരെടുത്തിരിക്കുന്ന മറ്റേ ഡ്രോൺ ഷോട്ടൊക്കെ ആണെങ്കിൽ നൈസായിരിക്കും. ഡ്രോൺ ഷോട്ട് കിട്ടുവാണെങ്കിലേ ഇത്രയും വണ്ടികൾ വരുമ്പോൾ ലൈനായിട്ട് പോകുമ്പോൾ ഡ്രോൺ ഷോട്ട് ഇടുന്നുണ്ട്. വെള്ളമുണ്ട്. ആ ഇല്ല. അടി വഴി കണ്ടോ, നൈസ് അല്ലേ, സൂപ്പർ റോഡല്ലേ. യെസ്, അപ്പോൾ നമ്മൾ ലോഡ് എടുക്കാൻ നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്ത് സ്ഥലപ്പേര് അറിയില്ല, പോകുന്ന വഴിയിൽ നമ്മൾ എയർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു.
ഇത് ഫുള്ള് മൈതാനം പോലെ കിടക്കുകയാണേ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഫുള്ള് മൈതാനം പോലെ കിടക്കുക. അപ്പൊ അങ്ങനെ കുറെ കിലോമീറ്റേഴ്സ് നമ്മൾ ഓടി വരുമ്പോഴാണ് ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലെ കാണുന്നത്. കാരണം അപ്പൊ അത്രയും ദൂരമൊക്കെ ഉള്ളവര് കിലോമീറ്ററോളം ബസ്സിലും വണ്ടിയിലൊക്കെ സഞ്ചരിച്ചിട്ട് വേണം ഇവിടെ ഈ ടൗണിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കുക അടിക്കുകയൊക്കെ ചെയ്യാൻ. വീട്ടിലേക്കുള്ള ആവശ്യമാണെങ്കിലോ എന്തെങ്കിലും എടുക്കണമെങ്കിലൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരണം. ഇത്രയും കിലോമീറ്റർ ഞങ്ങൾ സഞ്ചരിച്ചിട്ട് ഇപ്പോഴാണ് ഒരു ചെറിയൊരു ടൗൺ കാണുന്നത്. അപ്പൊ ഈ അകത്ത് ഗ്രാമത്തിലൊക്കെ ഉള്ളവരപ്പോൾ എന്ത് ചെയ്യും? അകത്തേക്ക് ഒത്തിരി കിലോമീറ്ററോളം അകത്ത് വീടുള്ളവര് നോക്കി അവരെങ്ങനെ വരും? ആഴ്ചയിലൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്നത്. എത്ര കിലോമീറ്റർ ഞങ്ങൾ വന്നറിയാം. എത്ര കിലോമീറ്റർ വന്നപ്പോൾ അതിനിടയ്ക്കെല്ലാം വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കടകളായിട്ടോ ഒരു ടൗൺ ഏരിയ ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഒത്തിരി കിലോമീറ്റേഴ്സ് ഒത്തിരി കഴിഞ്ഞപ്പോഴാണ് ഒരു ടൗൺ പോലെ വന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അറിയാം. ഇനി ഞങ്ങൾക്ക് ലോഡ് എടുക്കാനായിട്ട് പോകേണ്ട ലൊക്കേഷൻ ഇനി ഒരു എത്ര ഒരു 100 കിലോമീറ്ററും ഉണ്ട്. ഇനി ഒരു 100 കിലോമീറ്ററും കൂടെ ഏകദേശം ഉണ്ട്. ഇവിടെ മഴയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മഴ കാര്യമായിട്ട് പെയ്യുന്നുണ്ട്. ചിലയിടത്ത് ഇങ്ങനെ പൊടിയുന്നുണ്ട്. ഇവിടെ ഓൾറെഡി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിരിക്കുക. പക്ഷെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം കുളമായി പോവും. അതാ വിഷയം. അയ്യോ, ഓഗസ്റ്റ് വഴി ലീവ് അല്ലേ? അപ്പൊ ലോഡ് കയറത്തില്ലേ? ഓക്കെ, ഇത് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് ഓടാമല്ലോ വണ്ടി. ഓക്കെ. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടോ ഇവിടുന്ന്? ഇനി 60 കിലോമീറ്റർ ഉണ്ടോ? സവോള എടുക്കാൻ ഞങ്ങള് ഇവിടെ കമ്പനി വന്നതാണേ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് വെളിയിലത്തെ ഗേറ്റിൻ്റെ അവിടെ വെളിയിൽ പാർക്ക് ചെയ്തിട്ട് അവർ വിളിച്ചപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. ആ ഗേറ്റ് അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഇതുണ്ട്, എന്താ വെയിറ്റ് നോക്കുന്ന ഒരു ബ്രിഡ്ജുണ്ട്, ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ഏജന്റ് വിളിച്ച് പറഞ്ഞ് ട്രിപ്പിൾ ഓൺ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ അകത്തോട്ട് കയറിയപ്പോൾ ഇതാണ് കിടക്കുന്നത്. എന്തോരം വഴികളോ ഇതിവിടെ മൊത്തം സവോള മാത്രമേ ഉള്ളൂ. ഓരോ കമ്പനികളാണ് അതിനകത്ത്. ഇതിൽ ഞങ്ങൾക്ക് പറഞ്ഞ് എടുക്കേണ്ട ആ കട തപ്പി നോക്കി നടക്കുക. ഓരോരുത്തർ ലോഡ് കെട്ടി മൊത്തം സവോളയാണ്, പല പല കമ്പനിയാണ്. ഇതിൽ ഞങ്ങൾക്ക് വേണ്ട കമ്പനി ഏതാന്ന് ഞങ്ങൾ കയറി വണ്ടടിച്ചു പോയി. ഇതിനകത്ത് എവിടെ കയറി ചെയ്യേണ്ട സമയം ഇപ്പൊ രാത്രി 1:15. കിട്ടിയോ? എന്തിനാ? റൈറ്റ് സൈഡില്. ഇത് കണ്ടോ, നോക്കി. ഇപ്പൊ ഇരുട്ടായതുകൊണ്ട് ഇവിടെ കറക്റ്റായിട്ട് വീടെടുത്ത കിട്ടത്തില്ല. പക്ഷെ ഇതാണ് സംഭവം, കണ്ടോ, ഓരോ കമ്പനികൾ ഇതിൻ്റെ അകത്ത്. അതായത് സവോളയുടെ മാത്രം കമ്പനി, എന്ത് മാർക്കറ്റ്. ഏതോ ആണോ? വണ്ടിയുടെ സൈഡ് അയക്കൂ. ഞങ്ങളിവിടെ രാത്രിയിൽ ഒരു 8 മണി ആയപ്പോൾ 8:30 ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഇന്ന് ലോഡ് കയറത്തില്ല, നാളെ രാവിലെ ലോഡ് കയറത്തോളം എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു. വണ്ടി സൈഡാക്കി ഇട്ടിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിയപ്പോൾ ഒരു 12:30 ആയപ്പോൾ ഞങ്ങളെ വിളിച്ചു, ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് വണ്ടി അകത്തോട്ട് വെയിറ്റ് നോക്കിയിട്ട് വണ്ടിയുടെ വെയിറ്റ് നോക്കിയിട്ട് വണ്ടി അകത്തേക്ക് കയറ്റാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ അകത്ത് കയറുക. ഇപ്പോൾ അവിടെ കണ്ടോ, അവിടെ വണ്ടി ലോഡ് കയറ്റി അവർ കയറ് കെട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ലോഡ് കയറ്റാൻ വന്നത്. എനിക്ക് ഞാൻ വെളിയിലോട്ട് ഇറങ്ങാം. ഇപ്പോൾ അവിടെ ചോദിക്കാൻ പോയിരിക്കുക.
യെസ്, ഗുഡ് മോർണിംഗ്. നഗർ, അതെ, നഗറിൽ ഇവിടെ സവോളയുടെ മാർക്കറ്റ് ആയത്. സവോള മാത്രമുള്ള വലിയൊരു മാർക്കറ്റ്. അപ്പോൾ ഞങ്ങളിവിടെ ഇന്നലെ രാത്രിയിൽ ഒരു 8 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ ലൊക്കേഷനിലേക്ക് എത്തി. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഏരിയ മാത്രമാണ്. അതായത് ഒരു ഏരിയയിലെ കടകളാണിത് മൊത്തം. കണ്ടോ, ഇത് ഓരോരോ കമ്പനിയാണ്. ഇത് മൊത്തം സവോളയാണ്, മൊത്തം സവോള. ഇതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയാനായിട്ട് ഒരു ചെറിയൊരു ചായക്കട കാണും, ഒരു ഹോട്ടൽ. ഈ ഹോട്ടലല്ലാതെ വേറെ, ഈ സവോള അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ആൾക്കാർക്ക്, വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ എടുക്കാനും ഒരു ഹോട്ടലും കാണും. ഇത് രണ്ടും അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. വേറെ സാധനങ്ങളോ വേറെ ഒന്നും ഇവിടെ ഒന്നുമില്ല. ഇത് കണ്ടോ, മൊത്തം സവോളയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു 10-15 വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നത്. എങ്ങോട്ട് കയറി വരാൻ, എങ്ങോട്ട് പോയി നോക്കാനൊന്നും പിടുത്തമില്ല. രാത്രി 1 മണിയായി, ഒറ്റ വണ്ടികളില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കണക്കിന് തപ്പിയെടുത്ത് ഞങ്ങൾ ഇവിടെ എത്തി. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കട തപ്പി പിടിച്ച് വന്നു. ഇതിപ്പം ഒരു ഏരിയയിലെ കടകളാണ് ഇത്രയും, ഒരു ഏരിയയിലെ. ഇതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം എല്ലാം ഉണ്ട്. പല പല വഴികളുണ്ട് അകത്തോട്ട്. ഇപ്പം ഇപ്പോൾ രാവിലെ ഇപ്പോൾ സമയം 7:30 കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ലോഡ് കയറ്റി തുടങ്ങി. അവിടുന്ന് കുറച്ച് കയറ്റി, ഇനി ബാക്കി കുറച്ച് അതുകൊണ്ട് ഓരോരോ കടമുറിയിൽ നിന്നാണ് ഒരു സാധനം കയറ്റുന്നത്. ഓരോരോ ഇടത്തുനിന്ന് അവർ കയറ്റുന്നത്. ഇനി ഇത് ഫുള്ള് ലോഡ് കയറ്റി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുറത്ത് മീൻസ് ഈ ഇതിൻ്റെ എക്സിറ്റിൻ്റെ അവിടെ വെയിറ്റ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി വെയിറ്റ് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ച് വന്ന് ടാർപ്പ് ഇടും. ഇല്ലെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ എല്ലാം ചെയ്യാനുണ്ടെങ്കിൽ അതനുസരിച്ച് അത് ചെയ്യും, ടാലിയാക്കും. എന്നിട്ട് പിന്നെ ടാർപ്പ് ഇട്ട് സെറ്റ് ചെയ്തുള്ളൂ. ഇതിനിടയ്ക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാളും. നമുക്ക് ഈ ലോഡ് നാട്ടിലോട്ട് പെരുമ്പാവൂർ സൈഡിലേക്ക് നമുക്ക് ഈ ലോഡുള്ളത്. കറക്റ്റ് പ്രോപ്പർ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, പെരുമ്പാവൂരെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. അത് ഇനി ബില്ല് കഴിയുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ എങ്ങോട്ടാണെന്ന്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം വരും. ഇനി ഫുള്ള് തിരക്കായിരിക്കും ഇവിടുത്തെ ഗ്രാമങ്ങളിലുള്ളവരും വണ്ടിക്കാരും ലോറിക്കാരും ഇഷ്ടം പോലെ. ഇനി വണ്ടികളിൽ ഇനി ലോഡ് ഇങ്ങനെ കയറ്റാനായിട്ട് ഇനി ഇഷ്ടം പോലെ വണ്ടികൾ വരും. ഇന്നലെ രാത്രി ഞങ്ങളെ കയറ്റി വിട്ടുള്ളൂ. ബാക്കി പുറത്ത് ഇഷ്ടംപോലെ വണ്ടികൾ ക്യൂ ആണ്. ഞങ്ങളൊരു 10-15 വണ്ടി ഞങ്ങൾ ഈ ഗേറ്റ്, ഇതിൻ്റെ ഈ കമ്പനിക്കകത്തേക്ക് ഗേറ്റ് കയറുന്നതിൻ്റെ അവിടെ റോഡ് സൈഡ് വണ്ടികളെല്ലാം ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഈ ക്യൂ അനുസരിച്ചാണ് കയറി പോകുന്നതെന്ന് വിചാരിച്ച് ഞങ്ങളൊരു 10-15 വണ്ടി ബാക്കിൽ ഞങ്ങൾ കിടന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി കയറി വരാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് രാത്രി തന്നെ വണ്ടി ഗേറ്റിൻ്റെ അകത്ത് ഇടിപ്പിച്ചു. ബാക്കിയുള്ള ഇനിയിപ്പോൾ വണ്ടികളെല്ലാം ഇനിയിപ്പോൾ വരും. ഇനിയിപ്പോൾ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഒരു 8-8:30 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇനി എല്ലാ വണ്ടികളും ഇനി കയറി വരും. ഇനി പറഞ്ഞ് 10-15 വണ്ടികൾ ഇനി അകത്ത് കയറാനുണ്ട്. അതുകൂടാതെ ഇനി എത്ര വണ്ടികൾ, ഞങ്ങൾ രാത്രി വന്നപ്പോഴാണ് ഈ 10-15 വണ്ടികൾ വെളിയിൽ കിടക്കുന്നത്. മൊത്തവും മഹാരാഷ്ട്രയും രാജസ്ഥാനും മൊത്തം അവിടെ അങ്ങനത്തെ വണ്ടികളാണ്. തമിഴ്നാട്, പിന്നെ ഇടയ്ക്ക് തമിഴ്നാട് വണ്ടികളുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ വണ്ടികളെല്ലാം ഇനിയിപ്പോൾ തിരിച്ച് കയറി. ഇനി അതുകൂടാതെ ഇനി വേറെ എന്തോരം വണ്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഈ കാണുന്ന പോലെ ആയിരിക്കത്തില്ല. ഇനി ഇത് ഫുള്ള് ഭയങ്കര തിരക്കായിരിക്കും. ഇനി എല്ലായിടത്തും വണ്ടികൾ, ആൾക്കാർ, ഫുള്ള് തിരക്കായിരിക്കും. ഇത് ഈ കടകൾ മൊത്തം ഇനി ഓപ്പൺ ആവും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫുള്ള് തിരക്ക് വരും. അപ്പം അന്നേരം ഉണ്ടെങ്കിൽ കാണിക്കാൻ വീഡിയോ എടുക്കാം. ഓക്കെ. ഇവിടുന്ന് ഇപ്പോൾ എടുത്തു. ഇനി ഇപ്പോൾ എടുത്തതാണ് ഇപ്പോൾ അടുത്ത് കണ്ടുപോകാം.
അവിടെ നിന്നാണ് ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം അടുത്ത് നമ്മൾ ലോഡ് കയറ്റിയത്. ഇപ്പോൾ ലാസ്റ്റ് കയറ്റിയിട്ട് അവിടുന്ന് വണ്ടി കറക്കി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടിട്ടിട്ട് ഇത് കണ്ടോ, ഒരു പലക പോലെ സാധനം ഇട്ടിട്ട് നടന്നുകൊണ്ട് കയറ്റുന്നു. പക്ഷേ ഈ സാധനം ആദ്യം എടുത്തിടത്തുനിന്ന് തന്നെ ഇന്നലെ വീണ്ടും കൊണ്ടുവരുന്നത്. ഈ പൊട്ടന്മാരെന്നാ ആരെന്തി കാണിക്കുന്നേ, വിവരക്കേടാ കാണിക്കുന്നത് മൊത്തവും. അവിടുന്ന് തന്നെ ലോഡ് കയറ്റുന്നേ. അപ്പോൾ പിന്നെ ആ വണ്ടി അവിടെ തന്നെ ഇട്ടിട്ട് കൊണ്ട് എത്തിച്ചാൽ മതിയായിരുന്നു. അവന്മാർ വണ്ടി ഇങ്ങ് കൊണ്ടുപോയിട്ടിട്ട് പലക ഇട്ടിട്ട് കണ്ട് അവിടെ നിന്ന് വരെ കൊണ്ടുവരും. അവിടുന്ന് തന്നെ ഓൾറെഡി ഈ ലോഡും കയറ്റിയത്. ഇത് ചില സമയത്ത് വിവരമില്ലായ്മ കാണിക്കുന്നവർ വെറും പൊട്ടത്തരം കാണിക്കുന്നത്. അവിടെയാണ് ഇത്ര സീനില്ലായിരുന്നു. പലകയൊന്നും വെച്ച് എൻ്റെ മണ്ടക്കൂടെ കയറണ്ട. അവിടുന്ന് തന്നെ കണ്ട് ഈ ഒരു ഇപ്പോൾ ഈ പില്ലറിലാണ് വേണ്ട അതുപോലെ കണ്ട് ആ ഇടയ്ക്ക് പില്ലറിനിടയ്ക്ക് വണ്ടി കയറുന്നത്. ഒറ്റ പില്ലർ ഇപ്പർ ഗ്യാപ്പിൽ കണ്ട് ഇവിടെ അവരിവിടുന്ന് സാധനം കയറ്റുന്നത് കണ്ട് അവിടുന്ന് തന്നെ അത് കയറ്റാൻ വേണ്ടി അവർ കണ്ട് അവിടുന്ന് ഇവിടുന്ന് കയറ്റുന്നത്. അപ്പം വണ്ടി അവിടെ കിടന്നാലും കുഴപ്പമില്ലായിരുന്നു. അവർക്ക് ഇനി വരുന്നതിന് അത്രയും സെയിം ദൂരം തന്നെ ഉള്ളൂ അവിടുന്ന് അങ്ങോട്ടും വരാനും. അപ്പോൾ ഇത്രയും ഇത് വലിഞ്ഞ് കയറണ്ട, ഇങ്ങനെ കയറണ്ട. ഫുള്ള് ഇവിടെ വരെ വണ്ടി അടി ലെവലിന് വണ്ടി കയറി കിടക്കും. ഇതിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് കൊണ്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ അവന്മാർ വണ്ടി ഇവിടെ ഇടിപ്പിക്കുമായിരുന്നെങ്കിൽ കറക്റ്റ് ഇത് ഇങ്ങനെ കയറി പോകേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ചല്ലേ അവർ ചെയ്യത്തുള്ളൂ. കണ്ടപ്പോൾ ഇത് ആ പലകയുടെ മണ്ടക്കൂടെ അത്രയും സ്ട്രെയിൻ ചെയ്ത് കയറിപ്പോകണം. ഓട്ടപ്പരൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്കിത് കണ്ട് ചിരിക്കാവുന്ന നിവൃത്തിയുള്ളൂ. ഒരു മുട്ട മാർക്കറ്റാണ്, ഒരു രക്ഷയില്ലാത്ത മാർക്കറ്റ്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇനി ഇവിടെ ഒന്നുമില്ല ചെയ്യാൻ. ഇനിയിപ്പോൾ ഫുൾ ലോഡായി കഴിയുമ്പോഴത്തേക്ക് വെയിറ്റ് കൊണ്ട് തൂക്കിയിട്ട് എന്തെങ്കിലും കൂടുതലോ കുറവല്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ട് ഇറക്കുക, അല്ലെങ്കിൽ കയറ്റുക, എന്നിട്ട് നേരെ വണ്ടി എടുത്ത് വിടുക. ഇനി പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോകുന്ന നേരത്ത് ഞാൻ കാണിക്കാം. കാരണം ഇന്നലെ രാത്രി കയറി വന്നപ്പോൾ രാത്രിയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് എടുത്തത്. ഓരോ കമ്പനികളാണ്, അതെല്ലാം ഇപ്പോൾ തുറക്കും. സമയം ഇപ്പം 8:30 ആവുന്നു. ഇതിപ്പം കണ്ടോ, ആദ്യം നമ്മൾ അപ്പുറത്തെ ഏരിയ ആയിരുന്നു, അതായത് ആ ബിൽഡിങ്ങിന് അപ്പുറ സൈഡായിരുന്നു ഫുള്ള്. കണ്ടായിരുന്നോ? ഇത് കണ്ടോ, ഇത് എൻ്റെ രണ്ടാമത്തെ ഏരിയ. കണ്ടോ, ഇവിടുത്തെ കമ്പനികളാണ് മൊത്തം കടമുറി. നോക്കി, ഇത് മൊത്തം സവോളയാണ്, വേറെ ഒന്നുമില്ല. മൊത്തം സവോള എന്ന് പറഞ്ഞാൽ മൊത്തം സവോള അല്ലാതെ വേറെ ഒരു വെളുത്തുള്ളിയോ വേറെ കാര്യങ്ങളോ അങ്ങനത്തെ പച്ചക്കറി വെജിറ്റബിളോ വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് ഇടയ്ക്ക് ചെറിയ ചായക്കട, അത്രയേ ഉള്ളൂ. ഇതുണ്ട്, നമ്മളിത് രണ്ടാമത്തെ ഏരിയ ഇത് വന്നേക്കുന്നത്. ഇനി ഇതുപോലെ ആ വണ്ടി ലോറി പോയതുണ്ടോ, ആ ലോറി പോയതിൻ്റെ ഇതിൻ്റെ അപ്പുറത്തും ഇതുപോലെ
ഫുള്ളൊരു ഏരിയ ഉണ്ട്. അതിനകത്ത് ഇതുപോലെ കാണാണ്ട് ഈ ഏരിയ, ഇതിനകത്ത് ഇതുപോലെ അപ്പുറത്തോട്ട് കടകളും കാര്യങ്ങളും ഫുള്ള് ഓരോ സെക്ഷനായിട്ടാണ്, ഓരോരോ ബ്ലോക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട് അതിനകത്ത് ഒരു ബ്ലോക്കിൽ ഇത്ര കടകൾ ഇത് ഈ ഒരു ബ്ലോക്കിലാണ് ഇത്രയും കടകൾ വരുന്നത്. ഇത്രയും ചുറ്റി ഇത് ഇതിൻ്റെ നടുക്ക, ഈ ഗ്രൗണ്ടിൻ്റെ നടുക്ക ഇത്. ഇതുപോലെ ഒരു 3-4 ഏരിയ ഉണ്ട്. ഫസ്റ്റ് ടൈമൊക്കെ വരുന്നവർ കിളി മാറിപ്പോവും, നമുക്ക് ഏത് കടയിൽ നിന്ന് എവിടെ നിന്ന് എടുക്കേണ്ടതെന്നൊക്കെ, എങ്ങോട്ടാണ് വരേണ്ടതെന്നുള്ള കൺഫ്യൂഷനായി പോവും, എല്ലാം കയറി ഇറങ്ങേണ്ടി വരും. ഓക്കെ, നമ്മുടെ ചെറിയൊരു മഴക്കോളും പോലെ. അപ്പോൾ ഞങ്ങൾ ആ ലോഡ് ഫുള്ള് കയറ്റിയിട്ട് ഞങ്ങൾ വെയിറ്റ് കൊണ്ട് തൂക്കി കഴിഞ്ഞപ്പോൾ ഒരു 500 കിലോ എക്സ്ട്രാ വന്നിട്ടുണ്ട്, ഒരു 600 സംതിങ് കിലോ എക്സ്ട്രാ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ബാക്കി ഉള്ള ഇത് ഞങ്ങൾ ഇറക്കുക, എന്നിട്ട് സെറ്റ് ചെയ്തിട്ട് വീണ്ടും പോയി തൂക്കിയിട്ട് ഓക്കെ ആക്കിയിട്ട് ടാർപ്പ് ഇട്ട് റെഡിയാക്കി ഇവിടുന്ന് ഇറങ്ങും. മഴ ചാറുന്നു, മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാളും. അതൊരു കോഴിക്കോട്ടേക്ക് പോകാനുള്ള വണ്ടിയാണ്, വണ്ടി കിടന്ന് കിടക്കുന്നത്. ഞങ്ങൾക്ക് വന്നതാണ് ആദ്യം കോഴിക്കോട്, അപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ വരുമ്പോൾ അവരാക്കി. അപ്പോൾ ഞങ്ങൾക്ക് വന്ന ലോഡ് അപ്പോൾ കോഴിക്കോട് ആ വണ്ടിക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ലോഡും കൂടെ ഇറക്കിയിട്ട് വീണ്ടും പോയി വെയിറ്റ് തൂക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം അടുത്ത ദിവസം പാക്കലാം.